നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണം അശാസ്ത്രീയ ചികിത്സയെ തുടർന്ന് അംഗീകാരമില്ലാത്ത അക്യുപങ്ചറും റേക്കിയും ഹിജാമയും നിരോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. മഞ്ഞപ്പിത്തത്തിനുള്ള ശാസ്ത്രീയ ചികിത്സ ലഭിക്കാത്തത് സാഹചര്യം വഷളാക്കിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. ഹൈദരാബാദിൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് വി ഡി സതീശൻ. പ്രതിഷേധവുമായി പ്രതിപക്ഷവും ബി.ജെ.പി. പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖരെ നിയമിച്ചത് രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. കേന്ദ്രവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമെന്ന് കെ.സി. വേണുഗോപാൽ. പി. ജയരാജന്റെ കൂത്തുപറമ്പ് ഓർമ്മപ്പെടുത്തൽ ഗൌനിക്കാതെ CPM നേതൃത്വം. DGP-ആയി ചുമതലയേറ്റ ശേഷം രവാഡയുടെ ആദ്യ പരിപാടി കണ്ണൂരിൽ. മോഹൻലാലിന്റെ മകൾ വിസ്മയ വെള്ളിത്തിരയിലേക്ക്. ജൂഡ് ആന്റണി ചിത്രത്തിൽ നായികയായി അരങ്ങേറ്റം. മകൾക്ക് ആശംസയുമായി ലാൽ. അതിഥി വേഷത്തിൽ മോഹൻലാൽ. കൊടും ഭീകരൻ അബൂബക്കർ സിദ്ദിഖ് തമിഴ്നാട് പോലീസിന്റെ പിടിയിൽ. ഭീകരവിരുദ്ധ സംഘം സിദ്ദിഖിനെ പിടികൂടിയത് ആന്ധ്രയിൽ ഒളിവിൽ കഴിയവേ. ദക്ഷിണേന്ത്യയിലെ നിരവധി സ്ഫോടന കേസുകളുടെ ആസൂത്രകനായി സിദ്ദിഖ് ഒളിവിൽ കഴിഞ്ഞത് 30 വർഷക്കാലം. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 76,230 പേർക്ക് എഞ്ചിനീയറിംഗ് പഠനത്തിന് യോഗ്യത. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് എറണാകുളം കല്ലൂർക്കാട് സ്വദേശി ജോൺ ഷിനോജിന്. ചെറായി സ്വദേശി ഹരികൃഷ്ണൻ 2ാമൻ. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. ഡയാലിസിസ് തുടരുന്നു. VS വെന്റിലേറ്റർ പരിചരണത്തിലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തെലങ്കാനയിൽ മരുന്ന് നിർമ്മാണ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൽ 44 മരണം. പ്ലാന്റിലുണ്ടായിരുന്നത് 90 തൊഴിലാളികൾ. അപകടത്തിൽപ്പെട്ടവർ തെറിച്ചു വീണത് 100 മീറ്റർ ദൂരേക്ക്. ശിവകാശി പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ മരണം 6. വിശദമായ വാർത്തയിലേക്ക്. അശാസ്ത്രീയ ചികിത്സകൾക്ക് മൂക്കുകയറിടാൻ ആരോഗ്യവകുപ്പ്. കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാത്ത അക്യുപങ്ചർ, ഹിജാമ, റേക്കി തുടങ്ങിയവ നിരോധിക്കാനാണ് ആലോചന. മലപ്പുറത്തെ ഒരു വയസ്സുകാരന്റെ മരണത്തെ തുടർന്നാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. വീട്ടിലെ പ്രസവം, വാക്സിൻ കൊടുക്കാതിരിക്കൽ, അസുഖങ്ങൾക്ക് ചികിത്സ നൽകാതിരിക്കുക തുടങ്ങി അശാസ്ത്രീയവും അപകടകരവുമായ ശൈലികൾ ജീവനെടുക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നിർണായക തീരുമാനം. മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരമില്ലാത്തതും TCMC ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുമായ എല്ലാ ചികിത്സകളും നിരോധിക്കാനാണ് ആലോചന. ഇത്തരം ചികിത്സാ രീതികൾ വ്യാപകമായ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാകും നടപടികൾക്ക് തുടക്കം. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ ലഭിക്കാതെ ഒരു വയസ്സുകാരൻ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. ആയുഷ് വിഭാഗത്തിൽ സർക്കാർ അംഗീകാരമുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രമാകും തുടരാൻ അനുവദിക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആ കുട്ടിയുടെ റൈറ്റ് ടു ലിവ് എന്ന് പറഞ്ഞൊരു കാര്യം, ആ അവകാശത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കന്മാർക്ക് കൊലക്കുറ്റം വരെ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഇന്ന് ഒരു 100 അക്യുപഞ്ചർ ക്ലിനിക്കുകൾ എന്നുള്ള പേരിൽ ഇവിടെ വരുന്ന ക്ലിനിക്കുകൾ എടുത്താൽ അതിൽ 95 എണ്ണവും റൺ ചെയ്യുന്നത് 2 മാസം 3 മാസം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അക്യുപഞ്ചർ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന, ഒരു തരത്തിലും ഇതിന്റെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ മെഡിക്കലി ഒരു നോളജും ഇല്ലാത്ത, നമ്മൾ എന്തെങ്കിലും സാധാരണ ഇപ്പൊ ടൈല് പണിക്കോ വാർപ്പണിക്കോ സാധാരണക്കാർ വരെ ഇത് വന്നിട്ട് 2 മാസത്തെ ഓൺലൈനിലോ ഓഫ്ലൈനിലോ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാണ് കേരളത്തിൽ. എവിടെ നിന്ന് പഠിച്ചു എന്ന ചോദ്യത്തിന് പോലും ഇതിന്റെ പ്രചാരകർക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. എന്താണ് ഡിഗ്രി എന്ന് പറയാതെ, എന്താണ് യോഗ്യത എന്ന് പറയാതെ, എന്താണ് ഇതിന്റെ ശാസ്ത്രീയത എന്ന് പറയാതെ ഇതൊരു ചികിത്സാ രീതിയായി യോഗ്യതയൊക്കെ പറയേണ്ടത്? അതൊരു നാണമില്ലേ അതിന്? പത്രക്കാരിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചിങ്ങനെ ചോദിക്കുമ്പോ എല്ലാരും നമ്മൾ ഡിഗ്രി തീർച്ചയായും ചോദിക്കുക തന്നെ ചെയ്യും. അൽതാഫ്, ഒരു നാണവും വിചാരിക്കേണ്ട. കേരളത്തിൽ വ്യാജന്മാരായ ഡോക്ടർമാർ ജീവൻ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അടുത്ത ദിവസം മുതൽ തന്നെ നടപടികൾ തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലപ്പോഴും മതവിശ്വാസങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അക്യുപഞ്ചർ പോലെയുള്ള അശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. നിയമം കൊണ്ട് മാത്രം ഇതിനെ പൂർണ്ണമായും തടയാനാകില്ല. ജനങ്ങൾക്കിടയിൽ ശാസ്ത്രീയ അവബോധം വളർത്തുകയും പ്രചരിപ്പിക്കുകയും കൂടി വേണം.
മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. മലപ്പുറത്ത് ഒരു വയസ്സുകാരന്റെ മരണം തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തൽ. മഞ്ഞപ്പിത്തത്തിന് മതിയായ ചികിത്സ ലഭിക്കാത്തത് സാഹചര്യം വഷളാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. 2 ദിവസം മുൻപാണ് കോട്ടയ്ക്കൽ സ്വദേശികളായ ദമ്പതികളുടെ മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. ചികിത്സ വേണ്ടത് ആർക്ക്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ താൽക്കാലിക പരിഹാരം. ഹൈദരാബാദിൽ നിന്നും വിമാനമാർഗം ഉപകരണങ്ങൾ ആശുപത്രിയിലെത്തിച്ചു. അതേസമയം KGM-CTA-യും BJP-യും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വിവാദങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളെത്തി. മുടങ്ങിയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചതായാണ് വിവരം. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വിമാനമാർഗം ഇന്നു രാവിലെയാണ് എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങുന്നതായി യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹരിദാസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് ഏറെ വിവാദമായിരുന്നു. ഇതേ തുടർന്നായിരുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടലുണ്ടായത്. ഡോക്ടറുടെ തുറന്ന പറച്ചിലിൽ വിദഗ്ധ സമിതിയുടെ അന്വേഷണം തുടരുകയാണ്. ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും രംഗത്തെത്തി. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. സ്വകാര്യ ലോബിയെ സഹായിക്കാനാണ് സർക്കാർ നീക്കമെന്ന് BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ചേർന്നാണ്. ആരോഗ്യരംഗം ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ സർക്കാർ സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി മാത്രമാണ് അവരുടെ എല്ലാ നിലപാടുകളും എടുക്കുന്നത്. ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ അധ്യക്ഷനായ 4-അംഗ സമിതിയാണ് അന്വേഷിക്കുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം വീഴ്ച ഉണ്ടായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ KGM-CTA പ്രതിഷേധിച്ചു. അമിത ജോലിഭാരം കണക്കിലെടുത്ത് ഡോക്ടർമാരുടെ എണ്ണം കൂട്ടണമെന്നും ശമ്പള പരിഷ്കരണം നടത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ന്യൂസ് 18 തിരുവനന്തപുരം. മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധിയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിച്ചു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് നൽകാനുള്ളത് കോടികളാണെന്നും ആരോഗ്യമന്ത്രി പറയുന്നത് കള്ളമാണെന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കൊടുക്കാൻ ഉള്ളത് കോടികളാണ്. അവർ മരുന്ന് സപ്ലൈ നിർത്തിവച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതുകൊണ്ടാണ് മരുന്നില്ലാത്തത്. അല്ലാതെ മന്ത്രി പറയുന്നത് പോലെ സ്വകാര്യ ആശുപത്രിയിൽ സാധനങ്ങൾ മേടിക്കുന്ന വേഗത്തിൽ സർക്കാർ ആശുപത്രിയിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ആരോഗ്യവകുപ്പിനെ വിടാതെ പിടികൂടിയിരിക്കുന്ന മാറാ രോഗബാധ PR അഡിക്ഷനാണെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരം ഷാഫി ഉദ്ഘാടനം ചെയ്തു. പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യരംഗം നേരിടുകയാണ്. ഇവരെ ബാധിച്ചിരിക്കുന്നത് PR അഡിക്ഷനാണ്. മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക. ഇപ്പോൾ ജെനുവിനായിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക. കോന്നി മെഡിക്കൽ കോളേജിൽ നടന്ന പ്രതിഷേധം UDF കൺവീനർ അടൂർ പ്രകാശ് ഭാഗമായി. അതിനിടെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് BJP മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രി ആരോഗ്യവകുപ്പിനെ അസ്ഥികൂടമാക്കി മാറ്റിയെന്നും 7-ാം തീയതി മുതൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയത് ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ സർക്കാരും ചേർന്നാണ്. ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം, ആരോഗ്യരംഗം ഇതുപോലെ താറുമാറായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ പാവപ്പെട്ടവർ ജനങ്ങൾക്ക് അവിടെ പോയി ചികിത്സിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്ന് ഈ സർക്കാർ സ്വകാര്യ ആശുപത്രി ലോബിക്ക് വേണ്ടി മാത്രമാണ് അവരുടെ എല്ലാ നിലപാടുകളും എടുക്കുന്നത്.
പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധം. താൽക്കാലിക ജീവനക്കാരായ 4 പേരെ പിരിച്ചുവിട്ടതാണ് പ്രതിഷേധത്തിന് കാരണം. എന്നാൽ രോഗികളോട് മോശമായി പെരുമാറിയ താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടതെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. അരമണിക്കൂറോളം ഒപിയുടെ പ്രവർത്തനത്തെ ബാധിച്ചെങ്കിലും പിന്നീട് സാധാരണ നിലയിലായി. ആലുവ രാജഗിരി ആശുപത്രിയിൽ രോഗി മരിച്ചത് ശസ്ത്രക്രിയ പിഴവിനെ തുടർന്നെന്ന് സമ്മതിച്ച് ഡോക്ടർ. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നു. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയയ്ക്കിടെ ഞരമ്പ് മുറിഞ്ഞതായാണ് ബന്ധുക്കളുടെ പരാതി. നടുവേദനയെ തുടർന്ന് കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാൻ വെള്ളിയാഴ്ചയാണ് ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആലുവ രാജഗിരി ആശുപത്രിയിലെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റിയെങ്കിലും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. ഗ്യാസിനുള്ള മരുന്ന് നൽകി. എന്നിട്ടും വേദന കഠിനമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവമാണെന്ന് കണ്ടെത്തിയത്. കീഹോൾ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലമാണ് രോഗി മരിച്ചതെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. ഇവരതൊക്കെ ഇവരുടെ അനാസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ടുവന്ന് അവർ നോക്കേണ്ട രീതിയിൽ നോക്കുന്നില്ല. ഓപ്പറേഷൻ ചെയ്യുക, ഡോക്ടർ അവരുടെ പാട്ടിന് പോവുക, ബാക്കി പിന്നെ വരുന്ന നഴ്സുമാർ ഇതൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണമാണ് ബിജുവിന് രക്തസ്രാവം ഉണ്ടായതെന്ന് ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. സർജറി ചെയ്തപ്പോൾ സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. കുടുംബത്തിന്റെ പരാതിയിൽ എടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തു. രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ പ്രോജക്റ്റായി റിലീസിനെത്തുന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തും. ആദ്യം സംവിധാന സഹായി, ഇപ്പോൾ നായിക. പ്രണവ് മോഹൻലാലിന് പിന്നാലെ വിസ്മയയും അഭിനയ രംഗത്തേക്ക്. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധാന സഹായിയായി വിസ്മയ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായികയായി വിസ്മയ മോഹൻലാൽ വരുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലും എത്തും. പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവർ സിനിമയിൽ അരങ്ങേറിയപ്പോൾ മുതൽ വിസ്മയുടെ സിനിമാ വരവ് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനും കൂടിയാണ് ഉത്തരമായിരിക്കുന്നത്. മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ഈ തുടക്കം മലയാള സിനിമയിൽ എക്കാലവും നിൽക്കാനുള്ള ആദ്യ ചുവടാകട്ടെ എന്ന് ആശംസിച്ചാണ് മോഹൻലാൽ പോസ്റ്റ് പങ്കുവച്ചത്. ഇതൊരു നിയോഗമായി കാണുന്നു എന്നതായിരുന്നു സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന്റെ വാക്കുകൾ. കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു ചിത്രമായിരിക്കും ഇതെന്നും സംവിധായകൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും എന്നതായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ്. ചിത്രത്തിൽ അഭിനയിക്കുന്ന മറ്റ് താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. രവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി. ADGP H. വെങ്കിടേഷ് പുതിയ പോലീസ് മേധാവിക്ക് ബാറ്റൺ കൈമാറി. ലഹരി ഭീഷണി തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജനങ്ങളോടുള്ള പെരുമാറ്റം കൂടുതൽ സൗഹാർദ്ദപരമാക്കുമെന്നും രവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെ DGPയുടെ വാർത്താ സമ്മേളനത്തിനിടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതിയുമായി എത്തിയത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. പതിവ് രീതികളിൽ നിന്ന് വിപരീതമായി അതിരാവിലെ തന്നെ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കാനെത്തിയ റവാഡ എ ചന്ദ്രശേഖറിനെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പോലീസ് ആസ്ഥാനത്തേക്ക് സ്വീകരിച്ചത്. തുടർന്ന് 41ാമത് സംസ്ഥാന പോലീസ് മേധാവിയായി ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കിടേഷിൽ നിന്ന് റവാഡ അധികാര ബാറ്റൺ ഏറ്റുവാങ്ങി. പിന്നീട് പോലീസ് ആസ്ഥാനത്തെ വീരസ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച റവാഡ ചന്ദ്രശേഖറിന് സേനയുടെ ആദരവ്.
ക്രമസമാധാനം ശക്തിപ്പെടുത്തുമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുമെന്നും പുതിയ പോലീസ് മേധാവിയുടെ പ്രഖ്യാപനം. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിന് റിവ്യൂ ചെയ്തിട്ട് ശക്തമായിട്ട് മുന്നിൽ കൊണ്ടുപോകണം. അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക ശ്രമം ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഫാമിലി പാർട്ടിസിപ്പേഷൻ ഉൾപ്പെട്ടിട്ട് എങ്ങനെ നമ്മൾ അവയർനെസ് കൂട്ടുക, ഈ മയക്കുമരുന്നിനെ ഉപയോഗത്തിന് കുറയ്ക്കാനുള്ള പ്രിവെന്റ് ചെയ്യാനുള്ളത് ചെയ്യുക. Then along with that, very strong action against those who are indulging in the perpetrators, basically any peddlers and others will be definitely handled with. അതേസമയം തന്റെ നിയമനം സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. I have no comments to offer on that one. DGP വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. താൻ പോലീസിന്റെ ക്രൂരതകളുടെ ഇരയാണെന്ന് പറഞ്ഞ് കണ്ണൂർ എടക്കാട് സ്വദേശിയായ ബഷീർ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഡയസിനടുത്തേക്ക് എത്തുകയായിരുന്നു. സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ബലം പ്രയോഗിച്ചാണ് ഇദ്ദേഹത്തെ കോൺഫറൻസ് റൂമിന് പുറത്തേക്ക് മാറ്റിയത്. മുൻപ് കണ്ണൂരിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ബഷീർ സമാനമായ തരത്തിൽ വേദിയിൽ കയറി തടസ്സം സൃഷ്ടിച്ചിരുന്നു. സംഭവത്തിൽ പോലീസ് ആസ്ഥാനത്തെ AIG G പൂങ്കുഴലി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂത്തുപറമ്പ് വെടിവയ്പ് വീണ്ടും ചർച്ചയായിരിക്കെ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരിപാടിക്ക് എത്തിയത് കണ്ണൂരിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന മേഖലാ അവലോകന യോഗത്തിലാണ് DGP പങ്കെടുത്തത്. കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇവിടെ ബഹുമാനപ്പെട്ട CM അവരുടെ ഞങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രോഗ്രാം ഉള്ളതാണ്. ഇന്നത്തെ ഞാൻ തുടക്കം മാത്രമാണ്. ലെറ്റ് മീ സീ താങ്ക് യു വെരി മച്ച്. തലശ്ശേരി ASP ആയിട്ടാണ് തുടക്കം. DGP ആയിട്ടും കണ്ണൂരിൽ നിന്ന് തന്നെ അതേത് രീതിയിലാണ് ഒരു അദൃശ്യമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതേസമയം നിയമനത്തിൽ രാഷ്ട്രീയ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. നിയമനം കേന്ദ്രവുമായുള്ള ഒത്തുതീർപ്പാണെന്നും സ്വന്തം തടി നോക്കാൻ രക്തസാക്ഷികളെ മറന്നതായും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കേണ്ടായി, അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, വായിക്കേണ്ടായി, അതിൽ 1ാം റാങ്കുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം BSF ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു? മോദി സർക്കാരിനുണ്ടായിരുന്നു. DGP ആയുള്ള രവാഡ ചന്ദ്രശേഖറിന്റെ നിയമനം കേന്ദ്ര തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മെച്ചപ്പെട്ട ആളായതുകൊണ്ടാണ് എടുത്തത്. കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ കുറ്റക്കാരനല്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയതാണ്. വെടിവയ്പ് നടത്തിയത് UDF ആണ്. P ജയരാജൻ ശരിയായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, പാർട്ടി നയിക്കുക ക്ലീൻ ചീറ്റ് അനുസരിച്ചിട്ടല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തീരുമാനിച്ചത് ക്ലീൻ ചീറ്റ് അനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നയിക്കുന്നത്. അല്ലാണ്ട് പാർട്ടിക്ക് എന്താ ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ട കാര്യം? DGP നിശ്ചയിക്കുന്നതിൻ്റെ അകത്ത് CPIM-ന് വല്ല തരത്തിലും ക്ലീൻ ചീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തി ചാർജും എല്ലാം നടന്നത്, അതിന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ TT ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് ഹക്കീം ബത്തേരിയാണ്. ഇവർ രണ്ടുപേരാണ് നടത്തിയിട്ടുള്ളതെന്നറിയാം. കോടതി തന്നെ ഇവരെല്ലാം ഈ രവീന്ദ്ര ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണ്. കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ്, കമ്മീഷനെ ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. പീരജാൻ പ്രതികരിച്ച് ഗവൺമെൻറ് തീരുമാനിക്കാൻ അവകാശം ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മെറിറ്റ്, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മെറിറ്റൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതിലേ ജയരാജൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ജയരാജൻ പറഞ്ഞു. നിയമനത്തെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ന്യായീകരിച്ചു. കൂത്തുപറമ്പ് വെടിവയ്പിന് 2 ദിവസം മുൻപാണ് രവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റത്. വെടിവയ്പ് അന്വേഷിച്ച പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹക്കീം ബത്തേരിയും TT ആന്റണിയുമാണ് പ്രധാന ഉത്തരവാദികളെന്നും DGP നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമില്ലെന്നും KK രാഗേഷ് പറഞ്ഞു. ആ 3 പേരിൽ ഏറ്റവും വിവിധ ഘടകങ്ങൾ സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലേറ്റവും ഉചിതമായി, ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് ഫോഴ്സിനെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് നയത്തിന് അനുസൃതമായി നയിക്കാൻ വേണ്ടി കഴിയുന്നത് ആരാണോ അങ്ങനെ ഒരാളെയായിരിക്കും സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക.
എന്ന് പറഞ്ഞാൽ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ പറയുന്ന കാര്യം, അതായത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പറ്റാവുന്നവരെ ഹക്കീം ബത്തേരി തന്നെ റിക്രൂട്ട് ചെയ്ത് മന്ത്രിയുടെ കൂടെ ഒരു പ്രത്യേക സംഘത്തെ കൊണ്ടുവന്ന് ആ സംഘം അവിടെ എത്തിയ ഉടനെ തന്നെ ലാത്തിച്ചാർജ് ആരംഭിക്കുക. അതിനെ തുടർന്നാണ് വെടിവെപ്പുണ്ടാകുന്നത്. ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും വിധത്തിൽ ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട് പങ്കാളിയായി എന്ന് ഒരു വിധത്തിൽ പറയാനും കഴിയില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ യുവാക്കളെ സ്ഥാനാർത്ഥികളാക്കാനുള്ള കോൺഗ്രസ് ധാരണയെക്കുറിച്ചുള്ള ന്യൂസ് 18 വാർത്ത ചർച്ചയാകുന്നു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ പിടിമുറുക്കിയ മുൻ ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാറിന് സർവേയിൽ തിരിച്ചടിയായത് കഴിഞ്ഞ തവണത്തെ പരാജയവും പ്രാദേശിക എതിർപ്പുകളുമെന്ന് സൂചന. എന്നാൽ തൃശൂരിൽ സന്ദീപ് വാര്യരെ കളത്തിലിറക്കിയാൽ ബി.ജെ.പി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ യുവനേതാവ് വി.എസ്. ജോയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടും. തിരുവനന്തപുരം മണ്ഡലത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 27% വോട്ട് നേടിയ ബി.ജെ.പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്തിയതോടെയാണ് കോൺഗ്രസിന് വെല്ലുവിളിയേറിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7079 വോട്ടുകൾക്കാണ് ആന്റണി രാജുവിനോട് വി.എസ്. ശിവകുമാർ പരാജയപ്പെട്ടത്. സംഘടനാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ വീണ്ടും വർധനമുണ്ടായേക്കുമെന്ന വിലയിരുത്തലിന് പുറമെ പ്രാദേശിക എതിർപ്പുകളും ഉയർന്നതാണ് വി.എസ്. ശിവകുമാറിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നത്. അതേസമയം NSS ശിവകുമാറിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കുമെന്നാണ് സൂചന. മുതിർന്ന നേതാവെന്ന പരിഗണനയിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലത്തിലേക്ക് ശിവകുമാറിന്റെ പേര് നേതൃത്വം പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. 1000-ൽ താഴെ വോട്ടുകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-നെ കൈവിട്ട തൃശൂർ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ വൻ കുതിച്ചുകയറ്റമാണ് കോൺഗ്രസിന് ഇത്തവണയും വെല്ലുവിളിയാകുക. ബി.ജെ.പി പാളയത്തിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിലെത്തിയ സന്ദീപ് വാര്യരെ തൃശൂരിൽ കളത്തിലിറക്കാനുള്ള നീക്കത്തിലൂടെ ബി.ജെ.പി വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തിരുവമ്പാടിയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയ്ക്കൊപ്പം മുസ്ലിം വോട്ടുകളും വി.എസ്. ജോയിക്ക് ലഭിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജോയിയുടെ ഇടപെടൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നൽകിയെന്നാണ് നിരീക്ഷണം. യുവ വോട്ടർമാരെ സ്വാധീനിക്കാനും വി.എസ്. ജോയിക്ക് കഴിയുമെന്ന വിലയിരുത്തലിലാണ് ലീഗിന്റെ കൈവശമുള്ള സീറ്റ് ഏറ്റെടുക്കാനുള്ള നിർണായക നീക്കത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി സീറ്റ് നിർണയം നടത്തുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് AICC ആണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. തുടർച്ചയായ ഡയാലിസിസും വെന്റിലേറ്റർ സഹായവും തുടരുന്നതായി 12 മണിക്ക് പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ധ സംഘവും വി.എസിനെ പരിശോധിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി വി.എസിനെ സന്ദർശിച്ചു. ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ മുമ്പ് പ്രത്യേക തരത്തിലുള്ള ഡയാലിസിസ്, കണ്ടിന്യൂസ് റീനൽ റീജനറേഷൻ തെറാപ്പി CRR എന്ന് പറയുന്ന ഡയാലിസിസിന്റെ ഏറ്റവും തുടർച്ചയായിട്ടുള്ള ഡയാലിസിസ് സമ്പ്രദായം, അത് ഇന്നും വീണ്ടും തുടരുന്നതാണ് അവരാലോചിക്കുന്ന കാര്യം. ഡോക്ടർമാർ വന്ന് എല്ലാ സ്ഥിതികളും വിലയിരുത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുക. അപ്പോൾ നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുള്ളതുപോലെ വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും വി.എസിന്റെ നിശ്ചയദാർഢ്യവും വി.എസ് വ്യായാമമൊക്കെ ചെയ്ത് ഉറപ്പിച്ച നല്ല ഒരു നമുക്കൊന്നുമില്ലാത്ത ആരോഗ്യമാണ് വി.എസിനുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് അദ്ദേഹം ഈ ആരോഗ്യ പ്രതിസന്ധിയെ മറികടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. എന്നാൽ കുറച്ച് ക്രിട്ടിക്കലാണ് എന്നുള്ള അവസ്ഥ മാറിയിട്ടില്ല. മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട്. അത് ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത്രയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗിൽ എറണാകുളം കല്ലൂർക്കാട് സ്വദേശി ജോൺ ഷിനോജനാണ് 1ാം റാങ്ക്. എറണാകുളം ചെറായി സ്വദേശി ഹരികൃഷ്ണൻ ബൈജുവിനാണ് 2ാം റാങ്ക്. കോഴിക്കോട് സ്വദേശി അക്ഷയ് ബിജു 3ാം റാങ്ക് സ്വന്തമാക്കി. പരീക്ഷ എഴുതിയ 86,549 പേരിൽ 76,230 പേർ യോഗ്യത നേടി. യോഗ്യത പരീക്ഷകളുടെ മാർക്ക് ഏകീകരണത്തിനായുള്ള പുതിയ ഫോർമുലയ്ക്ക് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. 27,841 പേർ ഫാർമസി പഠനത്തിന് യോഗ്യത നേടി.
കേരള സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ മന്ത്രി ആർ ബിന്ദു VC പലപ്പോഴും RSS വിധേയത്വം പ്രകടിപ്പിച്ചിട്ടുള്ളയാളാണ്. പലപ്പോഴും അത് തുറന്നു പ്രകടിപ്പിച്ചിട്ടുണ്ട്. രജിസ്ട്രാറുടെ പരാതി ലഭിച്ച ശേഷമാണ് ഭാരതാംബ വിഷയത്തിൽ ഇടപെട്ടതെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട് ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ മരിച്ചു. വിരുദുനഗർ ജില്ലയിലെ ചിന്നക്കാമൻപാട്ടിയിലാണ് സംഭവം. രാവിലെ 8:45 സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ 8 പടക്ക നിർമ്മാണ ഷെഡുകൾ തകർന്നു. പടക്ക നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. തീ പടർന്നതോടെ നിർമ്മിച്ചു സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളും വെടിമരുന്നുകളും പൊട്ടിത്തെറിക്കുകയായിരുന്നു. തെലങ്കാനയിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണസംഖ്യ ഉയരുന്നു. 44 പേർ മരിച്ചു. ഇന്നലെ രാവിലെ സിഗാച്ചി കെമിക്കൽ ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ നിരവധി പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രദേശത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചെങ്കിലും കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് വിവരം. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഫാക്ടറിയിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. അതിനിടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ആരോഗ്യമന്ത്രിയും സ്ഥലം സന്ദർശിച്ചു. തമിഴ്നാട്ടിലെ കസ്റ്റഡി മരണത്തിൽ DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് എങ്ങനെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും കോടതി ചോദിച്ചു. ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായിരുന്ന അജിത് കുമാർ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ടത്. ശിവഗംഗയിലെ കസ്റ്റഡി മരണത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് തുടർച്ചയായ ദിവസവും ഹൈക്കോടതി DMK സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് എങ്ങനെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് ചോദിച്ച കോടതി ആരുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെടുത്തതെന്ന് DGP വ്യക്തമാക്കണമെന്നും നിർദ്ദേശിച്ചു. തീവ്രവാദിയെപ്പോലെ യുവാവിനെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്ന ചോദ്യം ഇന്നലെ കോടതി ഉയർത്തിയിരുന്നു. എന്നാൽ സംഭവത്തിൽ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തെന്നും കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിയതും സർക്കാർ വ്യക്തമാക്കി. മരിച്ച അജിത് കുമാറിന്റെ ശരീരത്തിൽ 30 ചതവുകളുണ്ടെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധുര സ്വദേശിയായ നികിത എന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് അജിത് ഉൾപ്പെടെ 5 ക്ഷേത്ര ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. തന്റെ ബാഗിലുണ്ടായിരുന്ന 9.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായെന്നായിരുന്നു നികിതയുടെ പരാതി. ചോദ്യം ചെയ്യലിൽ മോഷണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് അജിത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ഉച്ചയോടെ വീണ്ടും അജിത്തിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അതിക്രൂരമായി അജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തമിഴ്നാട് കോയമ്പത്തൂരിൽ മാനാണെന്ന് കരുതി യുവാവിനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ബന്ധുക്കൾ അറസ്റ്റിൽ. കാരമട, വെള്ളിയങ്കാട്, കുണ്ടൂർ സ്വദേശി K മുരുകേശൻ, അൻസൂർ സ്വദേശി N പാപ്പയ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. സുരണ്ടമല സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. കാരമട ഫോറസ്റ്റ് റേഞ്ചിൽ പില്ലൂർ അണക്കെട്ടിന് സമീപമുള്ള അത്തിക്കടവ് വനത്തിലാണ് 3-അംഗ സംഘം എത്തിയത്. കാരമട, വെള്ളിയങ്കാട്, കുണ്ടൂർ സ്വദേശി K മുരുകേശൻ, അൻസൂർ സ്വദേശി N പാപ്പയ്യൻ, സുരണ്ടൈമലൈ സ്വദേശി സഞ്ജിത്ത് എന്നിവരായിരുന്നു സംഘത്തിൽ. മദ്യലഹരിയിലായിരുന്ന മൂവർ സംഘത്തിന്റെ കയ്യിൽ നാടൻ തോക്കുകളുമുണ്ടായിരുന്നു. വേട്ട തുടരുന്നതിനിടെ 3 പേരും 3 വഴിക്ക് തിരിഞ്ഞു. ഇതിനിടെ പച്ചിലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് പാപ്പയ്യൻ സഞ്ജിത്തിന് നേരെ വെടിയുതിർത്തു. ശബ്ദം കേട്ടപ്പോഴാണ് മാനല്ല, ബന്ധുവായ യുവാവിനാണ് വെടികൊണ്ടതെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞത്. യുവാവിന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി. ഇതോടെ പ്രതികൾ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ പിടികൂടിയത്. പ്രതികൾ കുറ്റസമ്മതവും നടത്തി. പ്രതികളിൽ നിന്നും നാടൻ തോക്കും പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി സകലമാന കേരളത്തിൽ ദിൽന ചേരും. നമസ്കാരം.